موجتنا يوم يأتي الناس بالحجج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج. അതുപോലെ ജമീല ടീച്ചർ, പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നി വഹാബ് നിർത്തുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്. യോഗൽ സാഹിബും ഖാസിം ഇരിക്കൂർ സാഹിബും വരുന്നുണ്ട്. അതിനകറും ബാക്കിയില്ലാതെ നിങ്ങൾ 10-32 കൊല്ലമായി ഇതിൽ പുറത്തേക്ക്. ഞാൻ 10-42 കൊല്ലം ലീഗിലുണ്ടായിരുന്നതാണ്. 1973 മുതൽ 2015 വരെ ലീഗിൽ പ്രവർത്തിച്ച ആളാണ്. ഞാൻ 2015 നാഷണൽ ലീഗ് എടുത്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ നേതാവിൻ്റെ കൂടെ നമുക്ക് പ്രവർത്തിക്കാൻ തന്ന വലിയൊരു ഭാഗ്യം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ഈ ആട്ടുമാറ്റി ഞാൻ ഇത്ര പ്രവർത്തിച്ച് ഞാൻ നമ്മൾ പണക്കേട് തങ്ങളെല്ലാം ഇന്നും ബഹുമാനിക്കുന്ന നമ്മൾ. കാരണം നമുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. മനസ്സിലല്ലേ മൂപ്പര്? മനസ്സിലല്ലേ ഈ പാർലമെന്റിൽ ഉണ്ടാകുന്ന കാലത്ത് എവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇവിടെ ബുദ്ധിമുട്ട് നമ്മളെ ആൾക്ക് ഒന്നും പെയ്തുണ്ടെങ്കിൽ സ്വന്തം സുരക്ഷ നോക്കാണ്ട് പാലിൽ പോയ മനുഷ്യനാണ്. കാരണം അവർക്കെല്ലാം എത്തിയോ കോടിച്ചതും അങ്ങനത്തെ നേതാവിൻ്റെ കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം അതെല്ലാം കാണാൻ കുറേ വിട്ടുവീഴ്ച വരേണ്ടി വരും. പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിപ്രായ വ്യത്യാസമെല്ലാം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബുറഹ്മാനോട് ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സേഴ്സായത് കാട്ടിത്തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ട് ചലിക്കണം എന്നുള്ള ആഗ്രഹം. വൈത്തുന്നൂറിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇന്ന് ഈ നഗരിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. അതാത് നഗറിലെ INL പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാനുള്ള ഒരുക്കുമ്പോൾ INL എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കർമ്മപഥത്തിലൂടെ ബഹുജനത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിരിക്കുകയാണ്. കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് കിടപ്പാടം നൽകുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം സലീമാൻ സെട്ട് സാഹിബ് INL എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ തന്നെ സാധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂമിക സജ്ജമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരളവ് വരെയെങ്കിലും ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ സാധിക്കണമെന്നും സംഘടനാ പ്രവർത്തനം ഇബാദത്താക്കി മാറ്റണമെന്നും പഠിപ്പിച്ച ഇന്ത്യ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയ സെട്ട് സാഹിബിൻ്റെ സ്വപ്ന സാഫല്യം കൂടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മാർച്ച് ജന്തർ മന്ദറിൽ നടന്നു വരികയാണ്. ഓൺലൈനിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിങ്ങളൊക്കെയും അത് ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടിക്കയിലുമൊക്കെ നിരവധി പാവപ്പെട്ട ആളുകൾ കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട് വീടുകൾ നഷ്ടപ്പെടുകയും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അന്ന് നമ്മളോട് അന്നും പറഞ്ഞെങ്കിൽ വയനാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. പക്ഷേ പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിനിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വയനാട്ടിൽ തകർന്നു വീണിട്ടുള്ള വീടുകൾക്ക് മുഴുവൻ പുനർനിർമ്മിക്കാൻ രൂപയെങ്കിലും അനുവദിക്കണം എന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് കേന്ദ്രത്തോട് സമർത്ഥിച്ചിട്ടും
ഇനിയും കഴിവ് കാണിക്കാത്ത കേന്ദ്ര ഭരണകൂടത്തെ കാത്തു നിൽക്കാതെ തന്നെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവർ ഞങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ട, ഊര് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കും എന്ന ശക്തമായ തീരുമാനമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരള സംസ്ഥാനത്തെ ഞെക്കിപ്പിടിയാനുള്ള ശ്രമങ്ങളുമായാണ് മുന്നോട്ട്. കേന്ദ്ര ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. സ്വാഭാവികമായും ഇവിടെ ഇടതുപക്ഷമായാലും പ്രതിപക്ഷമായാലും ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നമെന്നേക്ക് ഒന്നിച്ചു നിൽക്കാൻ ബാധ്യതപ്പെട്ടവർ എന്ന നിലക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. പുറകോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഇന്ന് ഡൽഹിയിലെ പ്രധാന നഗരികളിലൂടെ മാർച്ച് ചെയ്ത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന രാത്രിമാൻ സാഹിബ് യുപിയിലെ കാൺപൂരിൽ നിന്ന് ഡൽഹിയിൽ ഓടിയെത്തി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വർഗീയ കലാപങ്ങൾ കൊണ്ട് ഉറഞ്ഞിട്ടുള്ള പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടപ്പോ ആ പ്രദേശങ്ങളിലേക്ക് ഓടിച്ചെന്ന് അവരെ സമാശ്വസിപ്പിക്കാൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന വലിയ മനുഷ്യനുണ്ടായിരുന്നു. മൂലകളിലും തന്റെ സുഹൃത്തുക്കൾ, തന്റെ പ്രിയപ്പെട്ടവർ വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കയറിപ്പോകുന്ന സേഠ് സാഹിബ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ബില്ലുകൾ ഒന്നൊന്നായി പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുക്കാൻ ശ്രമങ്ങളുണ്ടായ ഘട്ടത്തിലൊക്കെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഒരു കയ്യിൽ ഭരണഘടനയും ഒരു കയ്യിൽ ഖുർആനും പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി അവകാശങ്ങൾക്ക് വേണ്ടി അന്തസ്സോടെ ആഭിജാത്യത്തോടെ സാഹിബിനെ കുറിച്ച് നാം ഓർത്തു പോകാറുണ്ട്. നമുക്കറിയാം, ജാംഷഡ്പൂരിലും പ്രതാപ്പൂരിലും ഗോരഖ്പൂരിലും ബോംബെയിലും ഭീവണ്ടിയിലും ആയിരക്കണക്കിന് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട ഘട്ടങ്ങളിൽ പലരും രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ഒളിച്ചോടിയ ഘട്ടത്തിൽ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഓടിച്ചത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുച്ചെത്തി കാണിച്ചപ്പോ പലരും സേഠ് സാഹിബിനോട് പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ശക്തിപ്പെട്ടു കൊണ്ടുവരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിൽ പുതിയൊരു മുസ്ലിം ലീഗ് അല്ല ഉണ്ടാക്കേണ്ടത്. ഇന്ത്യയിൽ മതേതര ജനാധിപത്യത്തിലൂന്നിയ ഇന്ത്യൻ ഭരണഘടനയോട് താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്താൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്, മതേതര സംവിധാനത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് തിരിച്ചു വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് ഇന്ത്യയിലെ എല്ലാ ഓണം കേറാമൂലകളിലും ഓടിച്ചെന്നുകൊണ്ട് തന്റെ പരിമിതമായ സൗകര്യങ്ങളും പരിമിതമായ ആരോഗ്യവും പരിഗണിക്കാതെ തന്നെ ഓടിക്കിളച്ച് പ്രശ്നങ്ങളും പരിഹാരങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ INN എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രതീകമായ ഒട്ടനവധി പ്രവർത്തകരെ കൊണ്ട് സമ്പന്നമായ ഹദ്ദാദ് നഗറിലെ പ്രവർത്തകന്മാർ സേഠ് സാഹിബിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു സാഫല്യം നൽകുന്ന വൈത്തുന്നൂർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നത് ഏറെ സന്തോഷകരം തന്നെയാണ്. എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനുള്ള ശ്രമം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ ഈ രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവത്തിലൂടെ നമുക്ക് നേരിൽ കാണാൻ അല്പം ചുരുക്കം വിവരങ്ങൾ വെച്ചുകൊണ്ട് അന്വേഷിച്ചാൽ നമുക്കറിയാം, ഇന്ത്യൻ മതേതരത്വം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ആരാധനാലയങ്ങൾ നടത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. ആരാധനാലയങ്ങളിൽ ബാങ്ക് വിളിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പെരുന്നാൾ നമസ്കരിക്കുന്ന ഈദ്ഗാഹുകൾ ശത്രുക്കൾ കയ്യേറുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, കള്ളക്കേസുകളിൽ കുടുക്കി പാവപ്പെട്ട നിരപരാധികളായ മതന്യൂനപക്ഷങ്ങളെ ജയിലറയ്ക്കുള്ളിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലുമില്ലാതെ വ്യത്യാസമില്ലാതെ ഹോളിഡേയ്സ് നോക്കിക്കൊണ്ട് ഇടിച്ചു നിരത്തിക്കൊണ്ട് എന്നൊക്കെ കാഴ്ച ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്.
സ്വാഭാവികമായും ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മുന്നണിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാത്രമേ ഇന്ത്യൻ മതേതരത്തെ ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ മറ്റെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടായി വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യം ദീർഘകാലം ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ എല്ലാ പ്രായാധിക്യത്തിന്റെയും അടയാളം എന്ന നിലക്ക് പരസ്പരം തമ്മിലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ ഒരു വോട്ടുകൾ രൂപപ്പെടാറുണ്ട്. ആ രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് മറ്റൊന്ന് പറയുന്നു. വാദോരാതെ പരസ്പരം തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഈ സംസ്ഥാനത്ത് രക്ഷയുണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ, നമുക്കറിയാം, മരിച്ച മയ്യത്തിന്റെ മുകളിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ പാർട്ടി വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അഭയം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന നേതാവും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ലോകമറിയപ്പെടുന്ന ബുദ്ധിജീവിയായ ശശി തരൂർ, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസുകാർക്ക് തമ്മിലടിച്ച് ഭരിക്കാനല്ലാതെ ഭരിക്കാനുള്ള വിധിയില്ല എന്ന് അവിതർക്കിതമായി അദ്ദേഹം വിധി എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ രാജ്യത്ത് വ്യാവസായിക രംഗത്തൊക്കെയും വലിയ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ തിമിരം വെച്ചുകൊണ്ട് നോക്കി അതിനെ എതിർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും വലിയ വ്യാവസായിക പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തോട് അത് തിരുത്തി പറയണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു. അദ്ദേഹത്തോട് തിരുത്തി പറയണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ ചിലർ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് ശരിയാണ്, പക്ഷെ എനിക്ക് യാഥാർത്ഥ്യങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല. ഞാൻ കാണുന്ന സത്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്ന ജനതയോടൊപ്പമാണ് ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനോ കോൺഗ്രസിന്റെ മുന്നണിക്കോ ഒറ്റക്ക് മത്സരിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടുകൾ മാത്രം വാങ്ങി ജയിച്ചു കളയാമെന്ന വ്യാമോഹം വേണ്ട. ഞാനടക്കമുള്ള ആളുകൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ ജയിച്ചു വരുന്നത് നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ കൊണ്ടാണ്. ആ നിഷ്പക്ഷമതികൾ കോൺഗ്രസിനോടൊപ്പമില്ല, അവർ എന്നോടൊപ്പമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണകൂടത്തെ അന്ധമായി എതിർക്കുകയും കേരള ഭരണകൂടത്തിനെതിരായി പ്രചണ്ഡമായ കള്ളപ്രചാരവേലകൾ അടിച്ചുവിട്ടുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു കളയാതിരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം. ഈ സർക്കാരിന്റെ ഭരണമധികാരമേൽക്കുമ്പോ ഖജനാവ് കാലിയാണ്, അതുകൊണ്ട് ഈ സർക്കാരിന് കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പറഞ്ഞത്. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, 2021 പിണറായി സർക്കാർ ആ സർക്കാർ അധികാരത്തിൽ വന്ന് നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന പെൻഷൻ ഈ രാജ്യത്തെ പാവം പറഞ്ഞു, ഈത്തപ്പഴത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തി നടത്തിയെന്ന് പറഞ്ഞു, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കള്ളക്കടത്തി കടത്തിയെന്ന് പറഞ്ഞു. ഈ ആരോപണങ്ങളെയൊക്കെയും അന്വേഷിക്കാൻ കേരളത്തിൽ അന്വേഷണ കമ്മീഷനുകൾ പോരാ, ED വേണം, കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ വേണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലെ 6ഓളം വരുന്ന ഏജൻസികൾ വന്ന് കേരളത്തിൽ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തിയിട്ട് ഒരു ദിവസമെങ്കിലും പിണറായിയെ പിടിച്ച് ഒന്ന് ജയിലിടാൻ സാധിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസും അതുപോലെ UDF പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാമായിരുന്നു. സഖാവ് പിണറായി വളരെ വ്യക്തമായി പറഞ്ഞു, മടിയിൽ കടമുള്ളവനെ തസ്കരനെ ഭയപ്പെടേണ്ടതുള്ളൂ, ആണത്വമുള്ളവരുണ്ടെങ്കിൽ നേർക്ക് നേരെ വാ, നിങ്ങൾ കേസുമായി വാ, തെളിയിക്കാൻ വാ എന്ന് വെല്ലുവിളിച്ചപ്പോ ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ UDF പിറകോട്ട് പോയി എന്നതാണ് യാഥാർത്ഥ്യം. നേതൃത്വത്തിലുള്ള സർക്കാർ പുറത്തെടുത്തുകൊണ്ട് വിജയിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിന് തിരുവനന്തപുരത്തേക്ക് ഒരു കാറെടുത്ത് യാത്ര ചെയ്യാൻ 12-14 മണിക്കൂറുകളിൽ പോലും സാധിക്കാതിരുന്ന പഴയ കാലം ഇനി ഓർമ്മയിലേക്ക് തള്ളി നീക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, ഞാനിപ്പം കാസർഗോഡ് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ടൗണിലാണ് ഒറ്റ തൂണിൽ നിൽക്കുന്ന വലിയ പാലം ഇന്ത്യ രാജ്യത്തെ 2ാമത്തെ പാലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കാസർഗോഡ് ടൗണിലെ കുരുക്ക് നമുക്ക് അനുഭവിക്കേണ്ടി
പേടിക്കേണ്ടി വരില്ല. നമുക്കറിയാം, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വടക്കേ അറ്റത്തിൽ നിന്ന് കേരളത്തിന്റെ തെക്കേ അറ്റം വരെ നാഷണൽ ഹൈവേയിലൂടെ 45 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം നമുക്ക് സംജാതമാവുകയാണ്. മുമ്പൊക്കെ ദുബായിൽ വിസിറ്റിംഗ് പോകുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള റോഡൊക്കെ വരിക, എന്തിനാണ് ഈ സർവീസ് റോഡ് എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഇതാ കേരളത്തിന്റെ പ്രധാന പട്ടണങ്ങളിലൊക്കെയും റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാഷണൽ ഹൈവേ മാത്രമല്ല, നാഷണൽ ഹൈവേയോടൊപ്പം തന്നെ തീരദേശ ജനങ്ങൾക്ക് വേണ്ടി തീരദേശ ഹൈവേയും മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മലയോര ഹൈവേയും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശമായ ബേക്കലിൽ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കൊച്ചു കേരളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള പഞ്ചായത്തായി ബേക്കൽ മാറും എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രദേശമായി കാസർഗോഡും കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന പറയുന്ന കൊച്ചു സംസ്ഥാനം കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഈ പിണറായിയുടെ നേതൃത്വ സർക്കാരിൽ 2 വർഷവും 7 മാസക്കാലവും തുറമുഖ വകുപ്പിന്റെ മന്ത്രിയായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 2 വർഷവും 7 മാസവും കാലം കൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് തന്ന ടാർഗറ്റുകൾ പരിപൂർണമായും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാകാതെ ഒരുപാട് കാലമായി അവിടെ കിടക്കുകയായിരുന്നു. അതിന്റെ പൊടി തട്ടിയെടുത്തുകൊണ്ട് വിഴിഞ്ഞത്ത് കപ്പലെത്തിക്കും എന്ന് ഒരു പുതിയ മന്ത്രി എന്ന നിലക്ക് ആദ്യമായി ഞാൻ പറഞ്ഞപ്പോ പലരും അത് കളിയാക്കുക മാത്രമായിരുന്നു കണ്ടിരുന്നത്. പറഞ്ഞ സമയത്ത് പറഞ്ഞ തീയതിയിൽ വിഴിഞ്ഞ കപ്പലെത്തിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ പോലും ഇപ്പം ദൈനംദിനേന എന്നോണം വിഴിഞ്ഞത്ത് വന്ന് ഇവിടെ നിന്ന് ചരക്കുകൾ കൈമാറ്റം ചെയ്ത് തിരിച്ചു പോകുന്ന സന്തോഷകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ എല്ലാ അഴീക്കോട് തുറമുഖവും കാസർഗോഡ് തുറമുഖവും ഒക്കെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി കണക്ടിവിറ്റിയുള്ള പ്രദേശങ്ങളായി മാറാൻ വേണ്ടി പോവുകയാണ്. ഡ്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടുന്നതനുസൃതമായി ചെറിയ കപ്പലുകൾക്ക് സുഗമമായി ഈ പട്ടണങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ പറ്റാവുന്ന തരത്തിൽ വിഴിഞ്ഞം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് നടന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് 28ാം സ്ഥാനത്തിൽ നിന്നും കേരളം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണ്. ആരോഗ്യ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണ്. നിരവധി വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ കേരളം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ആർക്കും വിസ്മരിക്കാൻ കഴിയുകയും അതിദാരിദ്ര്യമുള്ള ഒരാൾ പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യത്തിലെ ഏക സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറും എന്നാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും വികസന രംഗത്ത് പുതിയ കുതിച്ചുചാട്ടവുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിപക്ഷത്തിനകത്ത് തന്നെ ആ കൊള്ളരുതായ്മയ്ക്കെതിരായി വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുന്നു എന്ന തെളിവാണ് ശശി തരൂരിന്റെ പ്രസ്താവന എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദീർഘമായി സംസാരിക്കണം. അതിന് ഗുണം ചെയ്യാൻ ഉതകുന്ന വിധം വൈത്തന്നൂർ സമർപ്പിക്കുന്ന ഈ പ്രദേശത്തെ ഹദ്ദാദ് നഗറിലെ പ്രിയപ്പെട്ട ചുടക്കുട്ടികളെ INL സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി 1000 വട്ടം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر
50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. യാനി ബിരിയാണി. ടേസ്റ്റി ബിരിയാണി. எஸ் மாஸ்டர் ஷெஃப். வெஜ் பிரியாணில ஸ்டார்ட் பண்ணி பன்னீர், மஷ்ரூம், எக், சிக்கன், மட்டன், ஃபிஷ், prawn, crab. லிஸ்ட் ரொம்ப பெருசா இருக்கே. சாப்பிட்டா செம்ம டேஸ்டா இருக்கும். ஏன்னா A1 SKC நெய் தானே. A1 SKC பசு நெய். சேத்தாலே செம்ம டேஸ்ட். Always the title winner.